എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വേർ ഈസ് മീനുട്ടി? എവിടെ പോയി? എങ്ങും പോയിട്ടില്ല. പഠിത്തമാണ്. 12th എക്സാം നടക്കുകയാണ്. അപ്പം നന്നായിട്ട് പഠിക്കട്ടെ, നല്ല മാർക്ക്, എല്ലാത്തിനും A+ വാങ്ങിക്കട്ടെ അല്ലേ എന്ന് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുകയാണ് നിങ്ങളെപ്പോലെ. അപ്പോൾ എന്തായാലും ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മുഖശ്രീ അണിഞ്ഞ ഒരു വ്യക്തി ഇവിടെ ഇരിപ്പുണ്ട്. അത് ആരാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നവർക്ക് ഒരു 10,000 രൂപ ഞാൻ തരും. എന്നിട്ട് നമുക്ക് ഈ എപ്പിസോഡ് അങ്ങ് തുടങ്ങാം. ഞാൻ ആദ്യം ചൂണ്ടിട്ടുണ്ട്. നമ്മുടെ ഒരു ഫ്രീക്കനാണ്. പാവം നല്ല മനുഷ്യനായിരുന്നു. എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടാ. ആരോ പശു നക്കിയതാണോ എന്താണോ പശു നക്കിയ ഇത്രയും പൊങ്ങിയിരിക്കത്തില്ല. ഓ അണ്ണനാണോ? ശരി. ഒരു ചേഞ്ച് ആരാ ആഗ്രഹിക്കാം. പിന്നെ ഇതിന് മാത്രം മതി കേട്ടോ. ജീവിതത്തിൽ ചേഞ്ച് വേണ്ട. മൃദുല എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇന്ന് മഞ്ഞയൊക്കെ എടുത്ത് നല്ല സുന്ദരിയായിട്ട് വന്നിരിക്കുന്നു സാറ്. പക്ഷെ ഇന്ന് പറ്റിച്ചു എന്നെ. മഞ്ഞ ഇടാന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ഞ ഇടാതെ വന്നു. എന്തായാലും കുറെ നല്ല പാട്ടുകൾ നമുക്കിന്ന് നമ്മുടെ സോങ് ലിസ്റ്റിലുണ്ട്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. ലെറ്റ് us സ്റ്റാർട്ട്. സപ്തസ്വരങ്ങളിലെ 3 സ്വരങ്ങൾ സ നി ഗ. മനോഹരമായ ആ സ്വരങ്ങളുമായി ഇതാ നമ്മുടെ മുമ്പിൽ പാടാനെത്തുന്നു സനിക. മഞ്ഞക്കിളി മാച്ചാണല്ലോ. ബ്രൗൺ കിളി അല്ല, ഈ മഞ്ഞ എന്ന് പറയുന്നത് സ്വന്തം വേഷത്തിന്റെ കളർ വെച്ച് പിടിക്കാണ്. പിന്നെയും അത് ബ്രൗൺ ചേരാനുള്ള ഒരു ശ്രമം, ഒരു ചേരുവാനുള്ള വ്യാമോഹം. മക്കളെ ഏതാ പാട്ട്? ഞാൻ മണിക്കുയിലേ മണിക്കുയിലേ. ഞാൻ മണിക്കൂയില്ലേ? അങ്ങനെ ഉണ്ടോ? മണിക്കുയിലേ. ഓക്കെ, അത് അങ്ങനെയും പാടാം. ഞാൻ മണിക്കൂയിലേ. കുഴപ്പമൊന്നുമില്ല. അതീതത്തിൽ ഞാൻ പാടണമെന്നേ ഉള്ളൂ, താളത്തില് മണിക്കുയിലേ പാടിയാൽ മതി. ഏതായാലും നമ്മുടെ ജയചന്ദ്രന്റെ ഒരു മനോഹരമായ ഗാനമാണ്. നല്ല പാട്ടാണ്. എഴുതിയതാരാണ്? രമേശൻ നായർ. രമേശൻ നായർ സാറ് ഒരു വലിയൊരു കവിയാണ്. സാമാന്യമായിട്ട് എഴുതും. അദ്ദേഹത്തിന് സിനിമാ പാട്ടിൽ അങ്ങനെ വലിയ താല്പര്യമില്ലായിരുന്നു. അതായിരുന്നു സത്യം. അദ്ദേഹം ഒരുപാട് ഡിവോഷണൽ സോങ്സും പിന്നെ ഒരുപാട് ഗ്രന്ഥങ്ങൾ, പുസ്തകങ്ങളും, അത് ഒരുപാട് ഒരു വലിയ മനുഷ്യനാണ്. പിന്നെ തീർച്ചയായിട്ടും. എന്തായാലും നല്ല ഒരു സെലക്ഷൻ. നന്നായിട്ട് പാടാൻ ശ്രമിക്കുക. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു മോളെ. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
സനിക എന്തോ സാർ? നന്നായിരുന്നു കേട്ടോ. താങ്ക് യു സാർ. കാരണം മനോഹരമായിട്ട് പാടി. കാരണം കുറേ സ്ഥലങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് 1-2 സ്ഥലങ്ങൾ ഞാൻ നോട്ട് ചെയ്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നന്നായിരുന്നു. പിന്നെ വെറുതെ നോട്ട് ചെയ്ത് എന്തിനാണ്? ചെറിയ ചെറിയ വളരെ മൈന്യൂട്ടായിട്ടുള്ള അതൊന്നും നോട്ടീസബിൾ അല്ല. വേണമെങ്കിൽ പറയാമെന്നുള്ളേ ഉള്ളൂ, അത് ഞാൻ പറയുന്നില്ല. പക്ഷേ ടോട്ടലായിട്ട് എനിക്ക് ഒരൊറ്റ കാര്യമുള്ളൂ, ഈ നമ്മുടെ താളമുണ്ടല്ലോ, താളത്തിലോട് ഒന്ന് കയറി നിന്നാൽ കൊള്ളാം. കുറച്ച് വലിയുന്നുണ്ടോ, ഒരു പൊടി വലിയുന്നുണ്ടോ എന്നെനിക്ക് സംശയമാണ്. പക്ഷെ അതൊരു അഭംഗിയല്ല കേട്ടോ. ബട്ട് ഐ ലവ്ഡ് ഇറ്റ്. താങ്ക് യു സാർ. ബ്യൂട്ടിഫുൾ. താങ്ക് യു സോ മച്ച് സനിക സാർ. നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സാർ. ഒരു സുഖം ഉണ്ടായിരുന്നു മൊത്തത്തിൽ കേൾക്കാൻ. അപ്പോൾ മോളെ ഈ പ്രധാനമായിട്ട് സുപ്രധാനമായിട്ട് ഈ അക്ഷരങ്ങൾ മോളെ ഈ മൂക്കിൻ്റെ നമ്മൾ കുറച്ചും കൂടെ മൂക്കിഷല്ലാണ്ട് പാടുക കേട്ടോ. അത് നമ്മൾ ശ്രമിക്കുമ്പോഴേ അത് നടക്കത്തുള്ളൂ. എടാ ഉപ്പ് പാകത്തിനെന്നൊക്കെ പറയുന്നതാണ്. മൂക്ക് വേണം, അതൊരു ആവശ്യത്തിന് മതി, കൂടരുത്. കൂടുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ മോളെ ക്ലാരിറ്റി ഉണ്ടാകത്തില്ല അക്ഷരങ്ങൾ പറയുന്നതിന്. ഇപ്പം മൗനരാഗം, മൂളൂലേ. ഈ മൂളൂലേ എന്നുള്ളത് മൂടൂലേ എന്നാ കേൾക്കുന്നത് പലപ്പോഴും. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ മോക്ക്? അപ്പം അതൊക്കെ ശ്രദ്ധിച്ചോണം. അത്രേ ഉള്ളടാ, വേറെ അതിനകത്ത് വേറെ സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു പാട്ടിൻ്റെ ഒരു ഗുണവും പിന്നെ ഡാൻസേഴ്സ് വളരെ സപ്പോർട്ട് ചെയ്തു മോളെ. അപ്പം എല്ലാം കൊണ്ടും നന്നായിരുന്നു. താങ്ക് യു സാർ. സനിക കുട്ടി, ചേച്ചി കഴിഞ്ഞ കുറച്ച് പെർഫോമൻസസ് ഒക്കെ കുറച്ച് വയ്യായികയും ഒക്കെ ആയിട്ട് കുറച്ചൊരു അത്ര മോശമല്ല, എന്നാലും സനികക്കുട്ടിയുടെ ആ ഒരു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു ലെവലിൽ നിന്ന് അത്ര ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു പെർഫോമൻസിൽ നമുക്ക് ഭയങ്കര സന്തോഷമായിടാം. നല്ലൊരു സൂതിങ് ആയിരുന്നു കേൾക്കാനായിട്ട്. നല്ലൊരു പാട്ടുമാണ്, നല്ലൊരു പെപ്പി നമ്പറാണ്. അപ്പം അത് നല്ല എൻജോയ് ചെയ്ത് തന്നെയാണ് മോള് പാടിയിരിക്കണത്. ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. So we are giving you 100 out of 100. താങ്ക് യു സോ മച്ച് സാർ. കുഞ്ഞു പാട്ടിൻ്റെ മധുരം കൊണ്ട് മനസ്സ് കവർന്ന കാസർഗോഡുകാരൻ പാട്ടിൻ്റെ വസന്തത്തിലേക്ക് വരുന്നു നമ്മളുടെ സ്വന്തം മഹിപാൽ. വെൽക്കം മഹിപാൽ. നമസ്കാരം മഹു. നമസ്കാരം സാർ. എന്തെങ്കിലും ചേഞ്ച് വേണ്ടേ? എപ്പോഴും മഹി മഹി എന്ന് വിളിച്ചിട്ട്. അതെ. മഹു, ഇന്ന് ഏത് പാട്ടാ പാടുന്നത് ചക്കര? മാനത്തെ കായലിൻ. ഓ, ബ്രഹ്മാനന്ദ ചേട്ടൻ്റെ പാട്ടാണ്, ഉഗ്രം പാട്ടാണ്. കള്ളിച്ചെല്ലമ്മ എന്ന സിനിമയാണ് അല്ലേ? അതിൽ കെ രാഘവൻ മാസ്റ്ററുടെ സംഗീതമാണ്. ഇതിനകത്ത് എൻ്റെ ചേട്ടനും ഒരു പാട്ട് പാടിയിട്ടുണ്ട്, ഓ ഉണ്ണിഗണപതിയെ വന്നു വരന്തരണേ എന്നുള്ള. ചേട്ടൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സിനിമാ ഗാനമാണ് എം ജി രാധാകൃഷ്ണൻ്റെ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ ശോഭന പരമേശ്വരൻ നായർ സാർ എന്ന് പറഞ്ഞൊരു വലിയൊരു മഹാനായ ഒരു വ്യക്തിയുണ്ട്, പ്രൊഡ്യൂസറാണ്. അപ്പോൾ അദ്ദേഹമാണ് എം ജി രാധാകൃഷ്ണൻ ചേട്ടനെ റെക്കമെൻഡ് ചെയ്തത് ഈ പാട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്ന് ഈ പടത്തിനകത്ത് തന്നെ ജയേട്ടൻ പാടിയ ഒരു പാട്ടുണ്ട്, കരിമുകിൽ കാട്ടിൽ, അതുപോലെ മാനത്തെ കായലിൻ. അപ്പോൾ ചേട്ടൻ അതൊക്കെ പ്രതീക്ഷിച്ചാ ചെന്നത്. കിട്ടിയത് ഉണ്ണിഗണപതിയെ വന്നു വരം തരണേ വെള്ളായണിയിൽ വാഴും എന്ന് പറഞ്ഞിട്ട് നല്ല പാട്ടാണ്. അപ്പോൾ എന്തായാലും അങ്ങനത്തെയൊക്കെ ഓർമ്മകൾ നിങ്ങളുമായിട്ട് പങ്കിട്ടുന്നേ ഉള്ളൂ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു.
പഞ്ചമി ഭൂമിയിൽ വിരിച്ചിട്ട പൂവണി മഞ്ചവും മടക്കി വയ്ക്കും കാർമുകിൽ മാലകൾ മടങ്ങിയെത്തും ശ്രാവണ പഞ്ചമി ഭൂമിയിൽ വിരിച്ചിട്ട പൂവണി മഞ്ചവും മടക്കി വയ്ക്കും കാർമുകിൽ മാലകൾ മടങ്ങിയെത്തും ഉണരുണരൂ 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 മദനൻ വളർത്തുന്ന മണിപ്പീറാവേ മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമരക്കളിത്തോണി വന്നടുത്തു താമരക്കളിത്തോണി. പത്മനെ ഓ നല്ല സെലക്ഷൻ, നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സാർ. മോൻ പഠിച്ചതിൽ എവിടേക്കോ ചെറിയ വ്യത്യാസമുണ്ട്. അത് മാത്രം എനിക്ക് സംശയമാണ്. ഓ മണപ്പുറത്തിന്നൊരു താമര ആ ഒരു പോർഷനിൽ സംഗതി വന്നിട്ട് അതിലൊരു കുനിപ്പ് കൂടുതലുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഒന്ന് പാടാവോ? മണപ്പുറത്തിന്നൊരു താമരക്കളിത്തോ താമരക്കളി അത് അത്രയുണ്ടോ? കുറച്ച് താമരക്കളി അത്രയല്ലേ ഉള്ളൂ. താമരക്കളിത്തോ അത്ര കളി വലിയ കളിയായി പോയത്. അങ്ങനെ ഉണ്ടോ? പിന്നെ സംക്രമ പൂനില നല്ല സുഖമായിരുന്നു കേൾക്കാൻ. നല്ല രസമായിട്ട് പാടി മോനെ. അവിടൊക്കെ നല്ല മനോഹരമായിരുന്നു. താങ്ക് യു സാർ. പിന്നെ ഈ മയക്കമെന്ത് രണ്ടാമത്തെ മയക്കമെന്തൊക്കെ ഒരു ഇത്തിരി ക്ലാരിറ്റി വേണം. ഇത്രയൊക്കെ എനിക്ക് വന്ന്. അതുപോലെ തന്നെ ശ്രാവണ പഞ്ചമി അതൊന്ന് പാടി. ശ്രാവണ പഞ്ചമി ആ ഇതൊക്കെ ആ ഇതൊക്കെ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ചെറിയ 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 കൊച്ചു 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 ക്ലാരിറ്റി പ്രശ്നം, അത്രേ ഉള്ളൂ. ഓ പാട്ട് നല്ല രസമായിരുന്നു കേൾക്കാൻ, നന്നായിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു സാർ. പിന്നെ ബ്രഹ്മാനന്ദൻ ചേട്ടനെ പറ്റി പറയേണ്ട കാര്യമില്ല. കാരണം ആ. ഞങ്ങളുടെ കുടുംബത്തിലൊരു അംഗമായിരുന്നു ബ്രഹ്മാനന്ദൻ, പരമാനന്ദൻ, അതുപോലെ തന്നെ തങ്കൻ കീബോർഡ്. ഒന്നും വേണ്ട, നമ്മുടെ ആൻ ബെൻസന്റെ ഫാമിലിയാണ്. അവരുടെ ഫാമിലിയാണ് ഇവരെല്ലാവരും. എല്ലാവരും കലാകാരന്മാരാണ്. എല്ലാവരും അസലായിട്ട് പാടും, തബല വായിക്കും. ഹരി തബല വായിക്കും. അപ്പോൾ ബ്രഹ്മാനന്ദ ചേട്ടനുമായിട്ട്, എൻ്റെ ചേട്ടനുമായിട്ടായിരുന്നു ഏറ്റവും ക്ലോസ്. ബ്രഹ്മാനന്ദ ചേട്ടനും കച്ചേരി നടത്തുമായിരുന്നു. പിന്നെ അദ്ദേഹം ഒരു സിനിമയ്ക്ക് വേണ്ടി സംഗീത സംവിധാനം ചെയ്ത് ഒരു പാട്ടുണ്ട്, മട്ടിച്ചാറ് മണക്കണ് മണക്കണ്. അത് സൂപ്പർ ഡൂപ്പർ ഹിറ്റായിരുന്നു. നല്ലൊരു മനുഷ്യനുമായിരുന്നു. എന്തായാലും മോൻ്റെ സെലക്ഷൻ കൊള്ളാം, പാടിയതും നന്നായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. മക്കളെ ഓ നല്ല പാട്ട് മോനെ. ആ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ശബ്ദം, അതുപോലെ എന്തൊരു വെയിറ്റാ. ഓ ഭീകര വെയിറ്റാണ് ബ്രഹ്മാനന്ദൻ ചേട്ടൻ പാടുമ്പോഴേ. എല്ലാ പാട്ടും എടുത്തു നോക്കിയാൽ അദ്ദേഹം അങ്ങനെ പാടുന്നത്. അപ്പം മോനെ ഈ ശ്വാസം നീ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ആ പല്ലവിയിൽ കളിത്തോണി കളി അതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി സമയം കിട്ടിയ ശ്വാസം എടുത്തേക്ക. ആ മക്കളെ ഒരേ ഒറ്റ ശ്വാസത്തിനൊക്കെ പാടണം ആ കേട്ടോ. ബാക്കിയെല്ലാം നന്നായിട്ട് പാടി. ഇപ്രാവശ്യം എനിക്ക് വിഷമായി സത്യദീപം പാടി. എനിക്ക് വിഷമായി. ആ ഗ്ലും എവിടെ? അയ്യോ ഇനി അത് വരില്ല സാർ. ഇത്രയും കാലം അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഇനി വരരുത്. ഇല്ല. ശ്വാസം മുറിക്കാണ്ടിരിക്കുക, വാക്കുകളുടെ ഇടയ്ക്ക് ശ്വാസം എടുക്കാണ്ടിരിക്കുക ആ. കേട്ടോ. അത് എടുത്താൽ തന്നെ ജനങ്ങൾക്ക് മനസ്സിലാവരുത്. ഇപ്പൊ നമുക്കൊക്കെ മനസ്സിലായില്ല, അതുകൊണ്ടല്ലേ ഇപ്പൊ പറയുന്നത്. അങ്ങനെ അല്ലാതെ ടെക്നിക്ക് വൃത്തിയായിട്ട് യൂസ് ചെയ്യാൻ. പക്ഷെ നല്ല സുഖം ഉണ്ടായിരുന്നു മക്കൾ പാടുന്നത് കേൾക്കാൻ കേട്ടോ. താങ്ക് യു ലവ് യു മുത്തേ. ലവ് യു ടു സാർ. പാൽക്കുട്ടാ, എന്തോ ചേച്ചി? ഇന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ആണ് ഫീൽ ചെയ്തത്. കാരണം മറ്റേ ഈ പറഞ്ഞ ഗ്ലൂം ഇല്ലായിരുന്നു. ഓവറോൾ പാട്ടിൻ്റെ ഒരു ടോട്ടൽ ഫീൽ ഉണ്ടല്ലോ, അത് ഇന്ന് വളരെ നല്ല സുഖമായിട്ട് പാടിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. വളരെ ഈസി ഗോയിങ് ആയിട്ട് പാടിയ മാതിരി തോന്നി. പിന്നെ ചെറിയൊരു ഈ പറഞ്ഞ മാതിരി ബ്രെത്തിൻ്റെ അത് ഒന്ന് ബ്രെത്ത് മാനേജ്മെന്റ് ഒന്നുകൂടെ ഒന്ന് ശരിയാക്കണടാ. അപ്പോൾ അതൊന്ന് പ്ലാൻ ചെയ്ത് പഠിച്ചു വരികയാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് പാടാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ മാതിരി നോട്ടിൻ്റെ ക്ലാരിറ്റി പല സ്ഥലത്തും ഈ നോട്ടാണോ ആ നോട്ടാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ കേൾക്കുന്ന സമയത്ത് വരുന്നുണ്ടായിരുന്നു. അതൊന്നുകൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് മോൻ പാടിയിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് റെക്കോർഡ് ചെയ്തിട്ട് കേട്ട് നോക്കാം. എന്നിട്ട് അങ്ങനെ പാടി പഠിക്കുകയാണെങ്കിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. So, Palmone, we are giving you 98 out of 100.
താങ്ക് യു സാർ. ആലാപന മധുരം കൊണ്ട് മനം കവർന്ന കുഞ്ഞു ഗായിക പാർത്ഥിവിക്കുട്ടി. വെൽക്കം പാർത്ഥിവി. എന്തുകൊണ്ട് കുർന്നി? ഇതാരും അത് ദൈവമേ കലക്കൻ ഡ്രസ്സല്ലേ ഇത്? യു ലുക്ക് സ്റ്റണ്ണിങ്. നമ്മൾ ഏത് പാട്ടാ പാടുന്നത്? ഇനി ഉറങ്ങൂ, ഇനി ഉറങ്ങൂ. ഇനി നമ്മളെ ഉറക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാ കേട്ടോ. ആരാണ് ഇതിന്റെ സംഗീത സംവിധായകൻ? ദക്ഷിണാമൂർത്തി സ്വാമി. ആരാ എഴുതിയത് മോളെ? എഴുതിയത് പി ഭാസ്കരൻ മാഷ്. പാടിയതോ? ജാനകി അമ്മ. പാടി ഉറക്ക്. ഉറങ്ങരുത്. ഇല്ലില്ല, അങ്ങനെ പാടിയാ ഉറങ്ങും. ഇപ്പോഴേ ഉറക്കം വരുന്നു. ഉറങ്ങണ്ട. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഞങ്ങൾ ഉറങ്ങത്തില്ല കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
കുറിഞ്ഞി ഓ, എങ്ങനെ പാടി? കുഴപ്പമില്ലായിരുന്നു. ഇത് നീ അത് വരുന്നേ ആ തുപ്പലി വിഴുങ്ങിയതാ. ആ സ്ഥലത്ത് മാത്രം എന്തിനാ തുപ്പൽ ഒഴുകുന്നേ? പല്ലവി നന്നായിരുന്നു കേട്ടോ, Thank നല്ല you. രസമായിരുന്നു. അതുപോലെ അനുപല്ലവിയും നന്നായിരുന്നു പാടിയത്. Thank you. ഇനി മയങ്ങു തൊട്ട് മോക്ക ആ ഇനി ഉറങ്ങു വരെ അതിൻ്റെ ആ പോർഷൻസ് ഇത്തിരി പ്രശ്നമായിരുന്നു. പിന്നെ പല്ലവിയിൽ എല്ലാ സ്ഥലത്തും ഈ ഉറങ്ങൂ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടായി. സാരമില്ല, എന്നാലും അതില്ലാതിരുന്നാൽ നന്നായിരുന്നു. എനിക്ക് തോന്നുന്നത് മോക്ക് ഒരു ഓപ്പൺ വോയിസ് ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ പറഞ്ഞു ഇതുപോലെ മോളൊന്ന് സോഫ്റ്റായിട്ട് പാടണം എന്ന് പറഞ്ഞു. ഈ ശബ്ദത്തിനൊരു കൺട്രോൾ ഇല്ലായ്മ വരുന്നത് ഇത് രണ്ടിൻ്റെ ഇടയ്ക്ക് മോള് പാടാൻ ശ്രമിക്കുന്നതുകൊണ്ടാണോ? അങ്ങനെ ശ്രമിക്കുന്നുണ്ടോ? ആ, ഉണ്ട്. മോള് മേലോട്ട് പോകുമ്പോഴത്തേക്ക് കിട്ടാത്ത സ്ഥലങ്ങൾ ഇത്തിരി ഓപ്പണായി കൊടുക്കണം. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നല്ല ഫീലോട് കൂടി പാടണം. ഓക്കെ, നന്നായിരുന്നു മോളെ. കാരണം ഇത് തുപ്പൽ വിഴുങ്ങുന്നതും ബാക്കിയെല്ലാം കൂടെ കുറച്ചിട്ട് മോളൊന്ന് ഒരു ട്രാക്കിൽ വീഴണം, അത്രേ ഉള്ളൂ. മോളൊരു നല്ല പാട്ടുകാരിയാണ്. അപ്പോൾ ഒരു ട്രാക്കിൽ വീണ് കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ട് പോകാൻ സാധിക്കും. ഓക്കെ അല്ലേ? okay. ഓൾ ദി ബെസ്റ്റ്. Thank you. ഹായ് മോളെ. Hi. നല്ല രസമുള്ളൊരു പാട്ട് മോള് നന്നായിട്ട് തന്നെ പാടി കേട്ടോ. Thank you. മക്കളെ, അത് നമ്മൾ കുറച്ചും കൂടെ ക്ലാരിറ്റി മക്കൾ പാടുന്നതിൽ ഇപ്പോൾ ആ പല്ലവിയുടെ ലാസ്റ്റ് ലൈൻ ഒന്ന് പാടാമോ മക്കള്? മാനവ വ്യാമോഹ പുഷ്പങ്ങളേ. അതെന്താണ്? ഏ, അതിനൊരു ക്ലാരിറ്റി മോളെ. ഇപ്പം ഞാൻ സ്ലോ ആയിട്ട് പാടി തന്നെ നോക്കാം. അതിൻ്റെ ഒരു ക്ലാരിറ്റി അവിടെ എന്തോ കൊണ്ടങ്ങ് ഇട്ടത് ഞങ്ങളേ ഇട്ടിട്ടു അത്യാവശ്യമായിട്ട് വേറെ എന്തോ പശുവിനെ മേയ്ക്കാൻ പോകേണ്ട പോലെ. അല്ല, ഞാൻ പറഞ്ഞതാ, നമ്മൾ കയറ് പൊട്ടിച്ചൊക്കെ പശു പോകുമ്പോഴേ നമ്മൾ ഓടിപ്പോയി പിടിക്കണ്ടേ? അതേ ഉള്ളൂ. അതിനാണ് ശരത്തങ്ങൾ പറഞ്ഞത്. പിന്നെ എനിക്കൊരൊറ്റ ചോദ്യമുണ്ട് മോളടുത്ത്. അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. മക്കളെ, ഈ അനുപല്ലവി കഴിഞ്ഞിട്ട് ഫൈസലങ്ങളുടെ എന്തിനാണ് രൂക്ഷമായിട്ട് നോക്കിയത്? അല്ല, എന്തെങ്കിലും തെറ്റ് ചെയ്തോ അദ്ദേഹം? പല്ലവി മുഴുവൻ. അയ്യോ. അല്ല, അതെന്തിനാണ് അങ്ങനെ നോക്കിയത്? പല്ലവി മുഴുവനായിട്ട് പാടിപ്പോയി. ഇല്ലായിരുന്നോ? അതിനാണോ അങ്ങനെ രൂക്ഷമായത്? വായിക്കടേ, അതാണോ അങ്ങനെ? ആ നോട്ടത്തിന്റെ അർത്ഥം അതാണോ? അല്ല, പിന്നെ സോറി പറഞ്ഞ ഫൈസല് മാമനും എന്നെ നോക്കി. അന്നേരം അപ്പൊ നോക്കിയതാ. അങ്ങോട്ട് മോളും നോക്കി. ആ, വൈസലിന്റെ ഒക്കെ മുഖം നോക്ക്, പിഞ്ചു പൈതലാ അത്. അതിനെന്ത് വിഷമിക്കരുത്, കണ്ടാ പറയൂ. അതൊരു കമ്മ്യൂണിക്കേഷൻ വേണം നിങ്ങൾ തങ്ങളിൽ. നമുക്കൊരു ഫുൾ പല്ലവി അറിയാതെ പാടിപ്പോകുമ്പോൾ അവരങ്ങ് വന്നോളും പിറകിൽ കേട്ടോ. മോളത് ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. എന്തൊക്കെയാലും എനിക്കത് ഇഷ്ടമായി. Thank you. എന്നെ രൂക്ഷമായിട്ട് നോക്കൂ. അമ്മച്ചി വേണ്ട. ഓൾ ദി ബെസ്റ്റ് മക്കളെ. Thank you. മോളു എന്താ? നല്ല പാട്ടാണ് എടുത്തോണ്ട് വന്നിരിക്കുന്നത്. മോള് പാടിയത് കേട്ടപ്പോ ജാനകി അമ്മയുടെ പാട്ടാണ് ഇത്. പക്ഷെ സുശീലാമ്മയുടെ ഒരു ടോണാണ് എനിക്ക് തോന്നിയത് കേട്ടപ്പോ. സുശീലാമ്മ ഈ പാട്ട് പാടി എങ്ങനെ ഉണ്ടാവും എന്നുള്ള പോലെ തോന്നി. പല്ലവിയൊക്കെ വളരെ സ്റ്റഡി ആയിട്ട് നല്ല ഭംഗിയായിട്ടൊക്കെ പാടി വന്നപ്പോ ആഹാ തോന്നി. പിന്നെ ഫസ്റ്റ് ചരണത്തിലാണ് ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്ന് തുടങ്ങിയത് അല്ലേ? ഇനി മയങ്ങൂ ഒക്കെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഒന്നുകൂടെ മോളൊന്ന് ഇരുത്തി പഠിക്കണം കേട്ടോ. അതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഈ പറഞ്ഞ മാതിരി തുണ്ടു പല്ലവിയിലെ ഒരു കൺഫ്യൂഷൻ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. പിന്നെ എന്തെങ്കിലും പറ്റിയാലേ ഒരു ചമ്മല് മുഖത്ത് വരാതെ നോക്കിയാൽ നല്ലതായിരിക്കും. ലൈവ് പെർഫോം ഈ കോമ്പറ്റീഷനല്ല, ഇപ്പം ലൈവിൽ നമ്മൾ ആളുകളുടെ മുന്നിൽ പാടുകയാണെങ്കിൽ ആൻറ്റിക്കൊക്കെ എപ്പോഴും പറ്റാറുണ്ട്, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ പറ്റാറുണ്ട്. അത് മനുഷ്യനല്ലേ, എല്ലാവർക്കും പറ്റും. അത് ഫേസിൽ വരാതെ ആളുകളെ അറിയിക്കാതെ നോക്കുക എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം. അത് ഭാവിയിൽ വലുതാവുന്ന സമയത്ത് പഠിച്ചോളും. പക്ഷേ ഈ മ്യൂസീഷ്യൻസായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ എപ്പോഴും ഉണ്ടാവണം, എന്നാലേ നമുക്കും നല്ലതാണ് അല്ലേ? അപ്പം അതൊക്കെ നല്ലതായിരുന്നു. പിന്നെ ഈ ചില സ്ഥലത്തൊക്കെ നല്ല ഭാവമൊക്കെ കൊടുത്ത് പാടിയിട്ടുണ്ട് കേട്ടോ മോള്. ആശതൻ ഇതൊക്കെ ഞാനിങ്ങനെ ബ്യൂട്ടിഫുൾ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പല പോർഷൻസും വളരെ ഭംഗിയായിട്ട് പാടാൻ പറ്റുന്ന കുട്ടിയാണ്. അപ്പം എന്താ, ഒന്നുകൂടെ വർക്ക് ചെയ്താൽ ഇതിലും ഭംഗിയായിട്ട് പാടാൻ പറ്റും. ഓൾ ദ ബെസ്റ്റ്. Thank you. കുറിഞ്ഞിക്കുട്ടിക്ക് ഇന്ന് ഞങ്ങൾ തരുന്നത് 98 out of 100. Thank you, sir. പാട്ടിന്റെ കുഞ്ഞിക്കിളിക്കൂട്ടിലെ ഒരു കുഞ്ഞി തത്ത. വെൽക്കം ക്ഷേത്ര. കുഞ്ഞിത്തത്ത വരുന്നു. കുഞ്ഞിത്തത്തയുടെ കളർ വേറെയാണ്. കുഞ്ഞിക്കിളിയാണിത്. കിളിയാണ്. എന്നാ പിന്നെ ഓക്കെ.
എന്താ എന്താ വേഷം അണ്ണാ അണ്ണൻ ഉടുപ്പ് മുറിച്ച് പാതി അതി കൊച്ചുണ്ടാക്കിയിട്ടേക്കാന്ന് തോന്നുന്നു ഉടുപ്പ്. ഞങ്ങളൊരു ടീമാണ്. മാച്ചിങ് ഓ ഞങ്ങളെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അടിക്കും. ഓ അല്ലേ മോളെ? എന്തെങ്കിലും വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പെരുമാറും. പറഞ്ഞേക്കാം അണ്ണാ. അതുപോലെ ഞാൻ ഒരു കാര്യം പറയാം. ആ. എന്റെ ക്ഷേത്ര കുഞ്ഞിനെ അണ്ണൻ എന്തെങ്കിലും പറഞ്ഞാൽ അണ്ണനെ പൊക്കി എടുത്തിട്ടിരിക്കും. നമ്മളെല്ലാരും ഒന്നായി അത്. ഞാനും. ആണോ? അപ്പൊ ഏത് പാട്ടാ പാടുന്നേ? തപ്പോ തപ്പോ പൊന്മണിച്ചപ്പ്. വളരെ സീരിയസ് ആണ് കേട്ടോ. പക്ഷെ പാടുമ്പോ ശരിയാവുമായിരിക്കും. അതാണോ പാടുന്നേ? മൃദുല ചേച്ചി എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ നമുക്ക് പാടിയാലോ? പാടാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.
ക്ഷേത്രക്കുട്ടി, എന്താ ആ എന്താ പാട്ട്, തപ്പോ തപ്പോ തപ്പുകൊട്ടി, ഞങ്ങളെല്ലാം കൈകൊട്ടി. എന്താ കൊരങ്ങനെ കാണിച്ചു? അണ്ണാച്ചി ഇവിടുന്ന് തെറ്റിക്കാനൊക്കെ നോക്കി. കാരണം തെറ്റിച്ചില്ല. താളമൊക്കെ ഇങ്ങനെ ഇങ്ങനെ കേട്ട് നോക്കി. എവിടെ ക്ഷേത്രക്കുട്ടി പിടിച്ച പിടി നിൽക്കുക, ഇങ്ങനെ നൂല് പോലെ പാടിക്കൊണ്ട് പോണേ. അത് ഒരു സ്ഥലത്ത് ബീജം വരുമ്പോഴത്തെ ടിങ്കാൺ 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 ടിങ്കാൺ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് എവിടെ നിൽക്കുമെന്ന് ചോദിച്ചാൽ തരിക്കിടക്കിട തത്ത അവിടെ പാട്ട് തുടങ്ങി. കറക്റ്റായിട്ട് പഠിച്ച് മിടുക്കിയായിട്ട് വന്നിരിക്കുകയാണല്ലോ. ഇത് എങ്ങനെ സാധിക്കുന്നു? ഇത് അച്ഛനും അമ്മയും പഠിപ്പിച്ചിരുന്ന അതിന്റെ കൂടെ വ്യൂമർസങ്ങളും അതൊക്കെ എന്നാലും അച്ഛനും അമ്മയും എല്ലാവരും ഈ നാട്ടുകാർ മുഴുവൻ പഠിപ്പിച്ചാലും ഒരു ഇത് വേണ്ടേ? മോക്കൊരു ബലം വേണ്ടേ? പാടാൻ ഒരു ധൈര്യം വേണ്ടേ? അല്ല ഒരു കഴിവ് വേണ്ടേ? ഇതെങ്ങനെ കിട്ടി കഴിവ്? കഴിവിനെ പറ്റി പറയാനാണെങ്കിൽ കുറെ ഉണ്ടെന്നോ? ആണോ? പിന്നെ ഈ അണ്ണാച്ചി അണ്ണാച്ചി അല്ല മകള് പറ മോളെ, ഉഗ്രായിട്ട് പാടി. ഹോ, എനിക്ക് ഏറ്റവും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ടിങ് ടങ് ടിങ് ടങ് ടിങ് ടങ് ടിങ് ടങ്. ഞാൻ വിചാരിച്ച സുബിനങ്കിൾ ഉറങ്ങിയെന്ന് കുറേ നേരത്തേക്ക്. ഉറങ്ങിണ്ടാവൂലോ, കുറച്ചടിയൊക്കെ കിട്ടിയിട്ടാണ് ഉറങ്ങിയിരുന്നത്. അടിയോ? ആരുടെ കയ്യിന്ന്? എന്റെ കയ്യിൽ കഷ്ടം, പാവം. അതിനെ എന്തൊക്കെയാലും സ്കേത്ര മോളെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി കേട്ടാ. പണിയിട്ട് അമ്മ കിടന്നിട്ട് എന്തിനാണ് ചിരിക്കുന്നത്? സ്കേത്രയുടെ അമ്മ ചിരിക്കുന്നു. എന്താ കാര്യം? സ്കേത്ര ചോദിക്കൂ. അത് പറ. നിങ്ങൾക്ക് അറിയില്ലേ? ഏ? നിങ്ങൾക്ക് അറിയില്ലേ? എനിക്കറിഞ്ഞോടാ ഇതൊക്കെ. എങ്ങനെ ഞാൻ അറിയുന്നത്? ഞാനിത് ജോത്സ്യരോ? അണ്ണാച്ചി അല്ലേ തന്നെ എന്തിനാണ് ഈ ആവശ്യമില്ല ക്ഷേത്ര എന്നൊക്കെ പേരിട്ട്? മോടെ ശരിക്ക് ഇട്ട് തരേണ്ട പേരെന്താന്ന് പറയട്ടെ? പറയട്ടെ? പറയണ്ട പറയും പറയണ്ട പറയട്ടെ പറയണ്ട. എന്ന് പറഞ്ഞോട്ടെ. ഇത് നല്ല പേരിട്ട് തരും മോളെ. നാഗവല്ലി. ആ അയ്യ, ആ. നാഗവല്ലി മനോഹരി. ആ ദരരാരേ മനോഹരി. നാഗവല്ലി മനോഹരി. ഏ? ഉണ്ടോ? എന്തിനാ ഇങ്ങനെ കാണിക്കുന്നെ? അമ്മ ഞാൻ അങ്ങോട്ടേക്ക് വരാം. അയ്യോ അവിടെ നിൽക്ക മക്കളെ. നന്നായിരുന്നു മക്കളെ, നന്നായിരുന്നു മോളെ. മൃദുലേ, അയ്യോ ഓലെ പേടിയായി. ഏറ്റവും കോമഡി എന്താണെന്നറിയാ? അത് കേട്ടിട്ട് ആർക്കും പേടിയോ ചിരിയാ വന്ന എനിക്ക്. അത് കേട്ട് ക്ഷേത്രക്കുട്ടി ഇത്രേ ഉള്ളല്ലേ? പാവമാണ്. അണ്ണാ, ഇത്രയും പേടിക്കുന്ന ഒരു കുട്ടിക്ക് നാഗവല്ലി എന്ന് പേരിട്ടു. മക്കളെ മുത്തേ, മക്കളെ നമുക്ക് ഫൈസലിനെ നമുക്ക് ഇടി കൊടുക്കാം. ഫൈസലിനെ പുക എടുത്തിട്ട് ഇടിക്കാം, ഉറപ്പാ. ഞാനും കൂടെ വരാം. ക്ഷേത്രക്കുഞ്ഞ് is back. ക്ഷേത്രക്കുട്ടി, ഞാൻ ഒരൊറ്റ കാര്യം പറയാം. ആരും കേൾക്കണ്ട. ഈ ഫൈസലിന് ഞാൻ ഒരു ഇടി കൊടുക്കട്ടെ? കൊടുക്കട്ടെ? ഒറ്റ ഇടി കൊടുക്കാൻ പോകും. അണ്ണാ ഒരു ചാൻസാ. മതിയോ? ഇല്ല, അടി കൊടുത്തിട്ടില്ല, എനിക്കറിയാം. ഈ മൈക്ക് വെച്ച് നല്ല അടി കൊടുത്തു. ഇല്ല. ദേ, ഇത് കണ്ടോ? ദേ നോക്കിയോ? ശരിക്കും കിട്ടി. ഇല്ല. ഇനി ഇടിച്ചാ ചത്തു. അല്ല അണ്ണാ, അത് കേസാവും അണ്ണാ. ആ അച്ഛണ്ടാക്കുന്ന ഇടി കൂടുതൽ വേണ്ട മോളെ. കാരണം നാളെ വായിക്കണ്ടല്ലേ? അല്ലേ? പാവം. പിന്നെ നാളെ വായിക്കുമ്പോ പിന്നെ തപ്പോ അപ്പൊ അങ്ങനെയൊക്കെ ആയി പോവും. അപ്പം മൃദുലേ പറയൂ. ക്ഷേത്രക്കുട്ടി ഇന്ന് MG സാറായിട്ട് മാച്ച് ആണല്ലോ. നോക്കി ഡ്രസ് അവരുടെ രണ്ടുപേരുടെയും കറക്റ്റ് മാച്ച് ആണല്ലോ. സൂപ്പറായി പാടിട്ടോ, നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ അറിയോ? ആ ചിരിയില്ല ഇടയ്ക്കിടയ്ക്ക്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ മോളു. ഓൾ ദി ബെസ്റ്റ്. അല്ലല്ല, അതല്ല അല്ല അണ്ണാ, അങ്ങനല്ല ഇത്രയും ഇവിടെ എന്താ പറയണ്ട, ഒരു അമ്മ ആ ഒരു സ്നേഹമില്ലേ ഒരു കുഞ്ഞു കരയുമ്പോ? ഒരു രണ്ടുപേരും ആ കൊച്ചിന് പാടി കൊടുക്കുക, അത് സന്തോഷിക്കട്ടെ.
അപ്പൊ ക്ഷേത്രക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഈ സങ്കടമൊക്കെ ഒന്ന് മാറാൻ ആന്റിയുടെ വക ഒരു കുഞ്ഞു പാട്ട്. എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, നിന്നു പിണങ്ങാതെ ഒന്നുകൂടെ പോരൂ പൂവേ, മാനത്തെ കൂട്ടിൽ കുഞ്ഞുമൈനയുറങ്ങിയില്ലേ, താരാട്ടും പാട്ടിൽ മണിത്തത്തയുറങ്ങിയില്ലേ, പിന്നെയും നീ എന്റെ നെഞ്ചിൽ ചാരും ചില്ലിൻ വാതിലിൽ എന്തേ മുട്ടിയില്ല, എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, നിന്നു പിണങ്ങാതെ ഒന്നുകൂടെ പോരൂ പൂവേ. അവക്ക് സങ്കടമൊന്നുമില്ല, ഞങ്ങള് ഒരുമിച്ചൊരു പാടും. കിലുകിൽ പമ്പരം തിരിയും മാനസം അറിയാതമ്പിളി മയങ്ങുവാവോ. ചാഞ്ചക്കം 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 ചാഞ്ചക്കം. ആഹാ, ആടി ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പുകരി. വളരെ ചക്കര കുട്ടിയല്ലേ, ആ ടോണൊന്നും ഇടത്തില്ലല്ലോ ഇനി. ഇല്ലല്ലോ, ഒന്നിട്ട് നോക്കി. അപ്പോൾ നിങ്ങൾ എല്ലാ പാട്ടുകളും കേട്ടു. ഞങ്ങളുടെ വിലയിരുത്തലുകൾ എല്ലാം ശരിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. മാത്രമല്ല, ഇവിടെ പാടുന്ന എല്ലാ കുട്ടികളും നമുക്ക് ഒരുപോലെ തന്നെയാണ്. കാരണം അതിനകത്ത് ഒരു പാർഷ്യാലിറ്റി ഇല്ല. നന്നായിട്ട് പാടിയാൽ നല്ല മാർക്ക് കിട്ടും, ഇല്ലെങ്കിൽ മാർക്ക് കുറയും, അത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞ് സ്നേഹം കുറയില്ല. സോ നല്ലൊരു എപ്പിസോഡ് കാഴ്ചവെച്ചു എന്ന വിശ്വാസത്തോടു കൂടി ഇവിടെ നിർത്തുന്നു. വീണ്ടും നാളെ രാത്രി കാണാം. അതുവരേക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്.